നമസ്കാരം. റഷ്യൻ എണ്ണ വാങ്ങാൻ ഭാരതത്തെ അമേരിക്ക തൽക്കാലത്തേക്ക് അനുവദിച്ചിരിക്കുന്നു വാർത്തയാണ്. ഈ വാർത്തയെ നമ്മൾ എങ്ങനെയാണ് കാണുക? ഭാരതത്തിന് എവിടെ നിന്നെങ്കിലും ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഫിനിഷ് പ്രോഡക്റ്റ്സ് വാങ്ങണമെങ്കിൽ മറ്റാരുടെയെങ്കിലും അനുവാദം ആവശ്യമാണോ? രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി കരാറിൻ്റെ അടിസ്ഥാനത്തിൽ എണ്ണയോ എന്ത് കാര്യങ്ങളോ വാങ്ങാനുള്ള അനുവാദം അവകാശമില്ലേ? അതിൻ്റെ പേരല്ലേ പരമാധികാരം, അതിൻ്റെ പേരല്ലേ സ്ട്രാറ്റജിക് ഓട്ടോണമി. പക്ഷേ ഇപ്പോൾ ഇത് അമേരിക്കയുടെ അനുവാദത്തോടു കൂടി കുറച്ചു കാലത്തേക്ക്, ഒരു മാസത്തേക്ക് റഷ്യയിൽ നിന്നും ഇപ്പോൾ എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് കഴിയുന്നു. അതിൻ്റെ സാഹചര്യം എന്താണ്? ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നു. അവിടേക്കുള്ള എണ്ണ കയറ്റുമതി, അവിടെ നിന്നും ഇന്ത്യയിലേക്കുള്ള എണ്ണ കയറ്റുമതി പൂർണ്ണമായി നിർത്തുന്നു. അതുകൊണ്ട് എണ്ണയുടെ വരവിൻ്റെ, പ്രകൃതിവാതകത്തിൻ്റെ വരവിൻ്റെ ഏതാണ്ട് പകുതിയോളം ആ ഭാഗത്തു നിന്നാണ് വരേണ്ടത്. റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിയിരുന്നു. ഒരു ഘട്ടത്തിൽ 2024 സെപ്റ്റംബർ ഒക്ടോബർ കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ആകെ ഹൈഡ്രോ കാർബണിൻ്റെ 42% വരെ, ഒരു കുറച്ചു കാലത്തേക്ക് 42%, പിന്നെ പെട്ടെന്നാണ് 38ആയി. അത് കൂടിയും കുറഞ്ഞു വരുന്നു. അത്രയും വരെ നീങ്ങിയതാണ്. അതായത് ഗൾഫ് രാജ്യങ്ങളോടുള്ള ഓയിൽ ഡിപ്പെൻഡൻസി ഭാരതത്തിനെ കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത് 2022 ആദ്യം ഉക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷമാണ്. അതിനു മുൻപ് റഷ്യയിൽ നിന്നും കാര്യമായ എണ്ണ ഇറക്കുമതി ഇന്ത്യക്ക് ഇല്ലായിരുന്നു എന്നതാണ് വാസ്തവം. കാരണം ദൂരം ഒരു വലിയ പ്രധാന ഘടകമാണ്. റഷ്യൻ വടക്കൻ കടലിൽ നിന്നും, അത് വടക്കൻ കടലുകൾ എന്ന് പറയുന്ന ദുർഘടമായ ഏറിയാണ്. അവിടുന്ന് വളഞ്ഞു ചുറ്റി, ഭൂഖണ്ഡങ്ങൾ ചുറ്റി വേണം ഇന്ത്യയിലേക്ക് എണ്ണ എത്താൻ. അതുകൊണ്ട് നേരിട്ടുള്ള പൈപ്പ് ലൈനുകൾ ഇല്ലാത്തത് കൊണ്ട് റഷ്യൻ എണ്ണയുടെ ലോജിസ്റ്റിക്കൽ ഒരു ബോട്ടിൽ നെക്ക് വളരെ വലുതാണ്. പക്ഷേ ഇപ്പോൾ റഷ്യ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു നയമുണ്ട്. എണ്ണ കപ്പലുകളിൽ കയറ്റി അങ്ങോട്ട് ഇടുക, എന്നിട്ട് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് അത് കൊണ്ടെത്തിക്കുക. വളരെ പഴയ ടാങ്കറുകളാണ് ഈ ഓയിൽ ടാങ്കേഴ്സ്, ഹ്യൂജ് ഓയിൽ ടാങ്കേഴ്സ്. അത് വാടകയ്ക്ക് എടുക്കുന്നതാണ്, പരിമിതമായ കോസ്റ്റിന് വാടകയ്ക്ക് എടുക്കുന്നതാണ്. വളരെ പഴയ ടാങ്കറുകൾ, അതിൻ്റെ കോസ്റ്റ് വളരെ കുറവായിരിക്കും. അതിലേക്ക് പമ്പ് ചെയ്തിടുക, ആവശ്യാനുസരണം പറയുന്ന ഇടത്തേക്ക് എത്തിച്ചു കൊടുക്കുക. ഓർഡർ കിട്ടിയതിന് ശേഷം പുറപ്പെടുകയല്ല ചെയ്യുന്നത് എന്നർത്ഥം. അങ്ങനെ ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചു എന്ന് പറയുന്ന ഈ ഒരു അമേരിക്കയുടെ ഉറപ്പ് അല്ലെങ്കിൽ അനുമതി എന്ന വാക്ക് വളരെ ക്രൂരമാണ്. അമേരിക്കയുടെ അനുമതിയോടുകൂടി വേണോ ഇന്ത്യ റഷ്യയിൽ നിന്ന്, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും വാങ്ങാൻ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിക്കുന്നതും. യഥാർത്ഥത്തിൽ അനുമതി എന്ന് തന്നെ കൂട്ടിക്കോളൂ. മാർച്ച് മാസം 3-ാം തീയതിക്ക് മുൻപ് എണ്ണക്കപ്പലുകളിൽ കയറ്റി വെച്ച എണ്ണ അത് ഇറക്കുമതി ചെയ്യാൻ ഒരു മാസത്തേക്ക്, ഏപ്രിൽ 3-ാം തീയതി വരെ, അപ്പോൾ ഈ ഒരു മാസം ഒരു ബ്രീതിങ് സ്പേസ് കൊടുത്തിരിക്കുകയാണ് ഭാരതത്തിന്. അതെന്തുകൊണ്ടാണ്? അല്ല എങ്കിൽ എണ്ണ കരുതൽ ശേഖരം ഭീതിതമായ രീതിയിൽ താണു പോകും. ഒരു മാസത്തേക്കുള്ള കരുതൽ ശേഖരം ഉണ്ട് എന്നാണ് ഇന്ത്യ പറയുന്നത്. ഒരു പക്ഷേ കുറച്ചുകൂടെ കൂടുതൽ കണ്ടേക്കാം. അത് കഴിഞ്ഞാൽ എണ്ണ ഇല്ലാതെ വരുന്നൊരു കാലഘട്ടം ഉണ്ടാകാം. ഇന്ത്യ ഇപ്പോഴും ഒരു പകുതിയോളം എണ്ണ മറ്റിടങ്ങളിൽ നിന്നാണ്. നൈജീരിയയിൽ നിന്ന് വരുന്നതിന് തടസ്സമില്ല, ബ്രൂണായിൽ നിന്ന് വരുന്നതിന് തടസ്സമില്ല. ഇനി വെനിസ്വേലയിൽ നിന്ന് എണ്ണ ആ രീതിയിൽ വന്നു തുടങ്ങിയിട്ടുമില്ല. അവിടെ ഉത്പാദനം ഉണ്ടാകണം, എന്നാലേ ഉണ്ടാകൂ. അതുകൊണ്ട് ഇന്ത്യ ഡൈവേഴ്സിഫൈഡ് പർച്ചേസാണ്. റഷ്യയിൽ നിന്ന് തന്നെ എന്തെല്ലാം പറയുമ്പോഴും റഷ്യൻ എണ്ണ പൂർണ്ണമായി നിർത്തിവെച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും 22% എണ്ണ വരുന്നത് റഷ്യയിൽ നിന്നാണ്. പക്ഷേ ഇത് കുറഞ്ഞു എന്നത് ശരിയാണ്. ഇപ്പോഴത്തെ ജനുവരി മാസത്തെ കണക്കെടുക്കുമ്പോൾ 1.1 മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ, ബാരൽ പെർ ഡേ, ഇതാണ് ഇപ്പോഴത്തെ കണക്ക്. അത് കുറഞ്ഞു. അത് ഓൾ ടൈം ഹൈയിൽ നിന്നും വളരെ കുറഞ്ഞു. ഏതാണ്ട് പകുതിയായി റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണ ഏതാണ്ട് പകുതിയായി കുറഞ്ഞു. അത് തീർച്ചയായും അമേരിക്ക ഇന്ത്യ ഡീൽ അതിൻ്റെ ഒരു ക്ലോസ് എന്ന നിലയിലാണ്, അതിൻ്റെ ഒരു റിക്വയർമെൻറ്റ് എന്ന നിലയിലാണ് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ കുറച്ചു കൊണ്ടുവരും, നിർത്തും എന്ന രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ ഇതാ നിർത്തേണ്ടി വരുന്നില്ല, ഒരു മാസം കൂടെ തുടരുന്നു. പക്ഷേ അതിനൊരു പക്ഷേ ശക്തമായ നിയന്ത്രണങ്ങളുണ്ടാകും. വാട്ട് നെക്സ്റ്റ് ആഫ്റ്റർ 1 മന്ത്? ഏപ്രിൽ 3 ലോകം അവസാനിക്കുന്നൊന്നുമില്ല, അതിനുശേഷവും മുന്നോട്ട് പോകണം. അപ്പോൾ ഇതിന് ശാശ്വതമായ പരിഹാരങ്ങളാണ് വേണ്ടത്. അവിടെയാണ് ഇന്ത്യ ചിന്തിക്കേണ്ട സമയമായി എന്ന് കരുതുന്നത്. അവിടെയാണ്. എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? റഷ്യയിൽ നിന്ന് വാങ്ങാനുള്ളത് വാങ്ങും, അതിനാരുടെയും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. റഷ്യ നൽകാൻ തയ്യാറാവുന്നു, ഇന്ത്യ വാങ്ങാൻ തീരുമാനിക്കുന്നു. അവിടെ കച്ചവടം നടക്കണം, പറഞ്ഞുറപ്പിക്കുന്ന റേറ്റിൽ. ഇപ്പോൾ പൂർണ്ണ
തോതിലാണ് റേറ്റ്. കാരണം കൺസെഷണൽ റേറ്റിൽ മുമ്പ് ലഭിച്ചിരുന്നു. ഇന്ത്യൻ റുപ്പി, റഷ്യൻ റൂബിൾ, ആ ടേംസിലാണ് കച്ചവടം നടന്നിരുന്നത്. അമേരിക്കൻ ഡോളർ, അമേരിക്ക എന്തുകൊണ്ടാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് പറഞ്ഞ 2 കാരണങ്ങളാണ്. ഒന്ന്, റഷ്യയുടെ വാർ എഫേർട്സിൽ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന പണം ഉക്രൈനെതിരെ ഉപയോഗിക്കുന്നു. അത് തെറ്റ്. അത് പറയുന്നതിൽ ഒരു ചെറിയ ന്യായമുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് പ്രധാനം. അമേരിക്കൻ ഡോളർ അല്ല വിനിയോഗിക്കപ്പെടുന്നത്. റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ഇന്ത്യൻ റുപ്പി കൊടുത്തുകൊണ്ടാണ്. തിരിച്ച് ഇന്ത്യയിൽ നിന്ന് റഷ്യ കാര്യങ്ങൾ വാങ്ങുന്നത് റഷ്യൻ റൂബിൾ നൽകിക്കൊണ്ടാണ്. അതാണ് റൂബിൾ റുപ്പി ടേംസിലുള്ള ഉഭയകക്ഷി വ്യാപാരം. അമേരിക്ക ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. ഡോളറിനെ വൈബ്രൻ്റായി നിലനിർത്തുക, ലോക കറൻസിയായി നിലനിർത്തുക. സുഹൃത്ത് രാജ്യങ്ങളും ശക്തി രാജ്യങ്ങളും എതിർപ്പുള്ള രാജ്യങ്ങളും എല്ലാം തന്നെ, ശത്രു രാജ്യങ്ങൾ ഉൾപ്പെടെ അമേരിക്കൻ ഡോളേഴ്സിൽ തന്നെ അന്താരാഷ്ട്ര വിനിമയങ്ങൾ നടത്തണം, എണ്ണയുൾപ്പെടെ വിനിമയങ്ങൾ നടത്തണം എന്ന വാശിയിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള തൊടുക്ക് പ്രയോഗങ്ങൾ നടത്തുന്നത്. ഇപ്പോഴിതാ ഇന്ത്യ ചില നിലപാടുകൾ എടുക്കാനും അത് വലുതായി പ്രഖ്യാപിച്ചില്ലെങ്കിലും അതനുസരിച്ച് നീങ്ങാനുമുള്ള സമയമായി എന്ന് ചിന്തിക്കുന്നവർ ഇന്ത്യയിൽ ഉള്ളിലുണ്ട്, ഇന്ത്യക്ക് പുറത്തുണ്ട്. ഇന്ത്യയുടെ പ്രതിപക്ഷങ്ങൾ എന്തും പറയട്ടെ, അത് രാഷ്ട്രീയ പ്രേരിതമാണ്. കോൺഗ്രസ് പാർട്ടി വിമർശിക്കുന്നു. ഇന്ത്യ അമേരിക്കയ്ക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചിരിക്കുന്നു, കീഴടങ്ങിയിരിക്കുന്നു. എന്താണ് കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി മരിച്ചപ്പോൾ, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടപ്പോൾ ഫോർമലായ അനുശോചനം ഉടനടി രേഖപ്പെടുത്തിയില്ല. ഇപ്പോൾ രേഖപ്പെടുത്തി. ഇപ്പോൾ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇറാൻ എംബസിയിൽ, ഡൽഹിയിലെ ഇറാനിയൻ എംബസിയിൽ ചെന്ന് ഔപചാരികമായ ദുഃഖം അറിയിക്കുന്നു. വളരെ വൈകിയാണ്, 5 ദിവസത്തിന് ശേഷമാണ് ദുഃഖം അറിയിച്ചിരിക്കുന്നത്. അത് വൈകി എന്നത് ഡിപ്ലോമാറ്റിക് സർക്കിളിൽ വളരെ ചർച്ചാ വിഷയമാണ്. ഇതിനൊക്കെ ഒരു കാലാവധിയൊക്കെ ഉണ്ട്. 2 ഔപചാരികമായ വലിയ പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല, വലിയ ഞെട്ടലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഇറാൻ അങ്ങനെ ഐക്യദാർഢ്യമൊന്നും പറഞ്ഞിട്ടില്ല. ആക്രമണ വിധേയമായ ഇറാന് അനുകൂലമായ ഒരു കാര്യവുമില്ല. അത് മാത്രമല്ല, ഇറാൻ്റെ ആക്രമണത്തെ കർശനമായി വിമർശിച്ചു. അത് ന്യായമാണ്. ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചതിന് യാതൊരു ന്യായീകരണവുമില്ല. അത് പിടിച്ചു നിൽക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്തതാണ്. അത് അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഇറാന് നേരെ നടത്തിയ ആക്രമണവും അതുപോലെ അപലപിക്കപ്പെടേണ്ടതല്ലേ എന്ന ചോദ്യമുണ്ട്. ഇന്ത്യയെപ്പോലെ ഒരു പരമാധികാര രാജ്യമല്ല ഇറാൻ. ഇറാൻ ഏതു തരം വ്യവസ്ഥയാണ് അവിടെ പുലർത്തേണ്ടത്, എന്ത് തരം മനുഷ്യാവകാശമാണ് അവിടെ നിലനിർത്തേണ്ടത്, ഇത് അമേരിക്കയ്ക്കോ ഇന്ത്യക്കോ പറയേണ്ട കാര്യമല്ലല്ലോ, അവർ തീരുമാനിക്കേണ്ട കാര്യമല്ലേ. അതുകൊണ്ട് ഇന്ത്യക്ക് അക്കാര്യത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ കഴിഞ്ഞില്ല. അതൊന്ന്. 2, ഇന്ത്യയുടെ മുക്കിന് മുമ്പിൽ, പ്രത്യേകിച്ച് ശ്രീലങ്കയുടെ കടലിൽ നിന്നും ഏതാണ്ട് 40 നോട്ടിക്കൽ മൈൽ അകലെ IRIS ദേന ഇറാനിയൻ യുദ്ധക്കപ്പലാണ്. അത് മുക്കപ്പെട്ടു, ടോർപെഡോ ചെയ്തത് അമേരിക്കൻ സേനയാണ്. അമേരിക്കൻ അന്തർവാഹിനിയിൽ നിന്നുള്ള പ്രഹരമേറ്റാണ്, ടോർപെഡോ ഏറ്റാണ് ഈ കപ്പൽ മുങ്ങിയത്. വേണമെങ്കിൽ പറയാം, ഇത് ഇന്ത്യയുമായി ബന്ധപ്പെടുന്ന കാര്യമല്ല, ഇന്ത്യയുടെ സമുദ്രാതിർത്തിക്ക് പുറത്താണ്. സാങ്കേതികമാണ് ഇതെല്ലാം. പക്ഷേ സാങ്കേതികതയ്ക്ക് ഉപരിയായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇന്ത്യയിലെ വിശാഖപട്ടണത്ത് വെച്ച് നടന്ന ഒരു നേവൽ ഷോ, എക്സസൈസ്, ഒരു അഭ്യാസം, അതിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചു. 78 രാജ്യങ്ങളുടെ നാവികസേനകളെയാണ് ക്ഷണിച്ചത്. അതിൽ 18 രാജ്യങ്ങൾ റെസ്പോണ്ട് ചെയ്തു. അതിലൊരു രാജ്യമാണ് ഇറാൻ. ഇറാൻ്റെ 3 കപ്പലുകൾ വിശാഖപട്ടണത്തെത്തി. അവർ നേവൽ എക്സസൈസിൽ പങ്കെടുത്തു. അവിടുത്തെ ഗാർഡ് ഓഫ് ഓണറിലും മറ്റു കാര്യങ്ങൾ പങ്കെടുത്തു. ഇന്ത്യക്ക് സല്യൂട്ടും നൽകി മടങ്ങും വഴിയാണ് ആഴക്കടലിൽ വെച്ച് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. ധാർമ്മികമായി പ്രതികരിക്കാനുള്ള ചുമതലയുണ്ട്. 2 കാര്യങ്ങളാൽ. ഒന്ന്, ഇന്ത്യയിൽ വന്ന് മടങ്ങി എന്ന ഒരു കാരണം. ഇന്ത്യയിൽ വന്ന് മടങ്ങി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അതിഥിയായി വന്ന ഒരാൾ തിരിച്ചു പോകുന്ന വഴി അപകടത്തിൽപ്പെട്ടാൽ നേരിട്ട് നമുക്ക് ഉത്തരവാദിത്വമില്ല എങ്കിൽ പോലും ധാർമ്മികമായി ഇത് തിരക്കാനും അത് അന്വേഷിക്കാനും വേണ്ട സഹായവുമായി എത്താനുമുള്ള ധാർമ്മികമായ ചുമതലയുണ്ട്. ഒരു വെറും അന്താരാഷ്ട്ര പര്യടനത്തിനിടയ്ക്കല്ല ഈ ആക്രമണം ഉണ്ടായത് എന്ന് നോക്കണം. അതുമാത്രമല്ല, മേഖലയ്ക്ക് പുറമേ നടന്ന ആക്രമണം. ഗൾഫ് മേഖലയിലല്ല, പേർഷ്യൻ ഗൾഫ് മേഖലയിലോ ഒമാൻ ഉൾക്കടൽ മേഖലയിലോ അല്ല ഈ ആക്രമണം. അറബിക്കടലും കടന്ന് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ പ്രവേശിച്ച ഒരു യാനം,
ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് എല്ലാ അന്താരാഷ്ട്ര സമുദ്ര പ്രോട്ടോക്കോളുകളുടെയും ലംഘനമാണ്. അത് ലംഘനമാണ് എന്ന് പോലും ഇന്ത്യ പറഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം. പല രാജ്യങ്ങളും അത് പറഞ്ഞു, ഇന്ത്യ അവിടെയും പറഞ്ഞിട്ടില്ല. ഇത് ഗൾഫ് യുദ്ധവുമായി നേരിട്ട് ബന്ധമുള്ളൊരു കാര്യമാണ് എന്ന് പറയാമെന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇതിനെ വേറിട്ട് കാണാനുള്ള ഒരു കാഴ്ചപ്പാട്, ഇത് ആ ഒരു ഇറാൻ അമേരിക്ക യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല ഒരുപക്ഷെ ഈ കപ്പലാക്രമണത്തെ കാണേണ്ടത്. കാരണം കപ്പൽ ആക്രമണ കപ്പലാണ്, സമ്മതിച്ചു. പക്ഷേ ഈ കപ്പൽ ഇപ്പോൾ ഒരു ആംഡ് ഇൻറ്റൻഷനുമായി അല്ലെങ്കിൽ ബാറ്റിൽ ഗാർഡുമായി പോയ ഒരു ഒരു യാനമല്ല എന്ന് ഓർക്കണം. അത് ആക്രമിക്കപ്പെടുമ്പോൾ ചില സീമകൾ ലംഘിക്കപ്പെടുന്നു, ചില മര്യാദകൾ അതിലംഘിക്കപ്പെടുന്നു. അത് ചൂണ്ടിക്കാട്ടാനോ, അതാണ് ഇന്ത്യയുടെ അഭിപ്രായം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കാൻ ഇന്ത്യ തയ്യാറായില്ല എന്നതാണ് മറ്റൊരു വിമർശനം. ഇപ്പോൾ വരുന്ന വിമർശനം വലിയ ആശ്വാസമാണ് ഇന്ത്യക്ക്. എണ്ണ വാങ്ങാൻ, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ കഴിയുന്നു പലയിടങ്ങളിലായി. കാരണം ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ ഉൾപ്പെടെ നങ്കൂരമിട്ടിരിക്കുന്ന റഷ്യൻ കപ്പലുകൾക്ക് ഏതാനും 1-2 ആഴ്ചക്കുള്ളിൽ ഇന്ത്യയുടെ തുറമുഖങ്ങളിൽ എണ്ണ എത്തിക്കാൻ കഴിയും. വലിയൊരു ശേഖരം ഇന്ത്യക്ക് കരുതി വയ്ക്കാൻ കഴിയും. തൽക്കാലത്തേക്ക് വളരെ ആശ്വാസമുള്ള തീരുമാനമാണ്. റഷ്യൻ എണ്ണയ്ക്കുള്ള വിലക്ക് തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നു എന്ന അമേരിക്കയുടെ തീരുമാനം. പക്ഷേ അമേരിക്ക അനുവദിച്ച് ചെയ്യേണ്ട കാര്യമാണോ? അല്ല എങ്കിൽ ഏകപക്ഷീയമായി ഇന്ത്യ റഷ്യയിൽ നിന്നും ഇപ്പോൾ ഒരു പ്രതിസന്ധിയാണ്. ഞങ്ങൾ സ്ട്രാറ്റജിക് ഓട്ടോണമി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ പല ഇടത്തു നിന്നും എണ്ണ സോഴ്സ് ചെയ്യും, ഗൾഫിൽ നിന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ കിട്ടുന്ന ഇടത്തു നിന്ന് ഞങ്ങൾ എണ്ണ സോഴ്സ് ചെയ്യും എന്ന് തീരുമാനിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള അധികാരമില്ല എങ്കിൽ ഇന്ത്യയുടെ പരമാധികാരം എവിടെ എന്ന ന്യായമായ ചോദ്യം ഉണ്ടാകുമല്ലോ. അപ്പം ഇതെല്ലാം വലിയ ചോദ്യങ്ങളാണ്. പക്ഷേ നോക്കൂ, ഇന്ത്യയുടെ 85% എണ്ണയും, അതായത് ക്രൂഡ് ഓയിലും ഇറക്കുമതിയിലൂടെയാണ് ലഭിക്കുന്നത്. പക്ഷെ നമുക്ക് എണ്ണ, ഇവിടെ ആവശ്യമുള്ള എണ്ണ അങ്ങനെ ഇറക്കുമതിയിലൂടെ ലഭിക്കുന്ന ശുദ്ധീകരിച്ച് എണ്ണ റിഫൈൻ ചെയ്ത് നമ്മൾ ഉപയോഗിക്കും, പല പ്രോഡക്ട്സുകളാക്കി ഉപയോഗിക്കും. അതേപോലെ തന്നെ നമ്മുടെ കയറ്റുമതി വരുമാനത്തിൻ്റെയും നല്ലൊരു പങ്ക് വരുന്നത് എണ്ണയുടെ വിപണനത്തിലൂടെയാണ്. എങ്ങനെയാണ്? മൂല്യവർദ്ധന വരുത്തിയ എണ്ണ, ക്രൂഡ് ഓയിൽ സമ്പുഷ്ടീകരിച്ച് ഡീസൽ, കെറസിൻ, ഏവിയേഷൻ ഓയിൽ, പെട്രോൾ, അല്ലേ, നാഫ്ത, ഇതെല്ലാം പല പ്രോഡക്റ്റുകളായി മാറ്റുന്നു. പ്ലാസ്റ്റിക്കൊക്കെ ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രോഡക്റ്റുകളായി മാറ്റുന്നു. അത് വൻതോതിൽ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറീസിൽ ചിലതെല്ലാം ഇന്ത്യയിലാണ് എന്ന് ഓർക്കണം. സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലുമായിട്ടുണ്ട്. ഈ ഓയിൽ റിഫൈനറീസിന് ജോലിയില്ലാതാകും. എണ്ണയുടെ വരവ് നിലച്ചാൽ ഇവിടുത്തെ ആവശ്യം നടക്കില്ല എന്നത് മാത്രമല്ല, ഓയിൽ റിഫൈനറീസ് കാര്യമായി പ്രവർത്തിക്കാതെയാകും. ഓയിൽ റിഫൈനറീസ് പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് കയറ്റുമതി ഇല്ലാതാകും. അപ്പോൾ ഇറക്കുമതി അഫക്റ്റഡ് ആകുന്നു, കയറ്റുമതി അഫക്റ്റഡ് ആകുന്നു. അതുമാത്രമല്ല, ഇവിടുത്തെ എണ്ണ ആവശ്യം വലിയ രീതിയിലുണ്ട്. വളരുന്ന ഇക്കോണമിയാണ്, ഗ്രോയിങ് ഇക്കോണമിയാണ്, ലോകത്തെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്, ഉത്പാദന വ്യവസ്ഥയാണ്. ഉത്പാദനം എങ്ങനെ നടക്കും? വ്യവസായ ഉത്പാദനത്തിന് എണ്ണ ആവശ്യമുണ്ട്. പെട്ടെന്നൊരു ഓൾട്ടർനേറ്റീവ് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് ഓയിൽ ഷോക്ക്. ഹൗ ഡസ് ഇന്ത്യ അബ്സോർബ് ദ ഓയിൽ ഷോക്ക്? ഇതാണ് ചോദ്യം. അതിന് ചില നീക്കുപോക്കുകൾ, നയതന്ത്രപരമായ ചില നീക്കുപോക്കുകൾ, ചില മൗനം, ഇതെല്ലാം തന്നെ തൽക്കാലത്തേക്ക് ഇറ്റ് കംസ് ഇൻ ഹാൻഡി. ആത്യന്തികമായി ഈ മൗനത്തിന് വാചാലത കൽപ്പിക്കാമെന്നല്ലാതെ ഈ മൗനത്തിന് വലിയ ഒരു വില കൊടുക്കേണ്ടി കൂടി വന്നാൽ ഇന്ത്യയുടെ ഇക്കോണമിയുടെ പോക്ക് എന്തായിരിക്കാം? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സ്വരം ലോകവേദികളിൽ മുഴങ്ങി കേൾക്കുന്നത് ആർജവത്തോടുകൂടി, ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആർജവത്തോടുകൂടി ചില കാര്യങ്ങളിൽ നിലപാടുകൾ പറയാൻ ചരിത്രപരമായി ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ മണ്ണിൽ നിന്നുകൊണ്ട് അമേരിക്ക ഇറാഖിനെ ആക്രമിച്ച സമയത്ത് അത് തെറ്റാണ് എന്ന് പറയാൻ ആർജവം കാട്ടിയ ഡോക്ടർ മൻമോഹൻ സിംഗ് ഉണ്ട്. വളരെ മൃദുഭാഷിയായ ആളാണ്, വലിയ വാക്കുകൊണ്ട് അന്മാനമാടുന്ന ആളല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ലോകം കേട്ടിരുന്നു. അതുപോലെ ചില നിലപാടുകൾ എടുക്കാൻ, അഫ്ഗാനിസ്ഥാനിലേക്ക് സോവിയറ്റ് യൂണിയൻ്റെ ഇൻവേഷൻ വന്ന സമയത്ത് ഇന്ത്യ സോവിയറ്റ് യൂണിയൻ ബന്ധം വളരെ നല്ല നിലയിൽ നിൽക്കുന്ന സമയമാണ്. ഏത് തരം അധിനിവേശവും തെറ്റ് എന്ന നിലപാടാണ് ഇന്ത്യ എടുത്തത് എന്നോർക്കണം. പലപ്പോഴും ഇന്ത്യ നിലപാടുകൾ എടുക്കാൻ അമാന്തിച്ച ഒരു രാജ്യമല്ല. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ പ്രായോഗികതയുടെ പേരിൽ, ദേശീയ താല്പര്യം, സാമ്പത്തിക താല്പര്യം എന്നതിൻ്റെ പേരിൽ പലപ്പോഴും പ്രായോഗികമായ നിലപാടുകൾ മൗനത്തിൻ്റെതാണ്. മൗനത്തിൻ്റെ സാധ്യതകൾ കണ്ടെത്തുന്ന ഒരു തിരക്കിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഓയിൽ വാങ്ങാൻ സമ്മതം ലഭിച്ചിരിക്കുന്നു. സമ്മതം വേണ്ടാത്തതാണ്, നമുക്ക് വാങ്ങുക എന്നതേ ഉള്ളൂ. ആ സമ്മതം ലഭിച്ചിരിക്കുന്നു, ഓ താങ്ക് യു വെരി മച്ച് എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ വിശ്വാസ്യത
മറ്റ് രാജ്യങ്ങളുടെ ഇടയിൽ ഭാരതത്തിൻ്റെ വിശ്വാസ്യത ഒരു ചോദ്യചിഹ്നമായിരിക്കും. പക്ഷേ ഇതിന് മറുവശവുമുണ്ട്. എപ്പോഴും ചേർത്തുകൊണ്ട് ഒരു വശം മാത്രം പറയുന്നു, അങ്ങനെയല്ല, മറുവശമുണ്ട്. ഈ രണ്ട് വശങ്ങളും സംസാരിക്കുമ്പോൾ മാത്രമേ ബാലൻസ് ചെയ്യൂ. മറ്റൊരു വശം എന്താണ്? ഇപ്പോൾ അമേരിക്കയെ പ്രകോപിപ്പിക്കുന്നത് ന്യായമോ? ഓൾറെഡി ഒരു ഓയിൽ ഷോക്കുണ്ട്. കൂടുതൽ പ്രകോപനത്തിലൂടെ നീങ്ങുകയും കൂടുതൽ ഉപരോധങ്ങളിലേക്ക് നീങ്ങുകയും ഇന്ത്യയിലേക്കുള്ള എണ്ണ വരവ് അട്ടിമറിക്കപ്പെടുകയും ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് വരുന്ന എണ്ണ അട്ടിമറിക്കപ്പെടുകയും ചെയ്താൽ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അതിനാര് മറുപടി പറയും? അതുകൊണ്ട് തീരുമാനമെടുക്കുമ്പോൾ രണ്ട് വശവും പരിശോധിച്ച് മാത്രമേ തീരുമാനമെടുക്കൂ. എൻ്റെ സ്നേഹമുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. എപ്പോഴും ഏത് വിഷയത്തിനും രണ്ട് വശമുണ്ട്. ഈ രണ്ട് വശവും ഒരുപോലെ പരിഗണിക്കപ്പെടണം. തീരുമാനമെടുക്കേണ്ടത് കേൾക്കുന്നവരാണ്. ഒരു പക്ഷം പിടിച്ചുകൊണ്ട്, എപ്പോഴും ഒരു പക്ഷം പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ന്യായമല്ല. അത് നമ്മുടെ രാജ്യം അബദ്ധം കാട്ടുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുക. അബദ്ധം കാട്ടുകയാണോ അതോ അത് സാധ്യതയാണോ എന്ന് മറുവശം പരിശോധിക്കുക. അതിനിടയിലാണ് സത്യം. ഇത് കണ്ടെത്താൻ സഹായിക്കുന്ന സംസാരങ്ങളാണ്, വീഡിയോകളാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. അല്ലാതെ നിരന്തരം ഇതിനെല്ലാം ഏത് പോരാട്ടത്തെയും ഒരു കളിക്കളമായി കണ്ടുകൊണ്ട്, ഒരു ഗെയിമായി കണ്ടുകൊണ്ട് നിരന്തരം ഒരു ടീമിനെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുക, മറ്റേ ടീമിനെ ഇകഴ്ത്തി സംസാരിക്കുക, ഇതല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. രണ്ടും ടീമുകളല്ല, ഒരു പക്ഷമേ ഉള്ളൂ. വീണ്ടും പല ആവർത്തി ഞാൻ പറഞ്ഞു, ഒന്നുകൂടി പറയുന്നു, ഇന്ത്യക്ക് ഒരു പക്ഷമേ ഉണ്ടാകാവൂ. മനുഷ്യ മനസ്സിൽ ഒരു പക്ഷമേ ഉണ്ടാകാവൂ. സമാധാനത്തിൻ്റെ പക്ഷമാണ്. ആക്രമണം പ്രത്യാക്രമണം ഉണ്ടാകും. അതിൻ്റെ ന്യായാന്യായങ്ങൾ തിരക്കി അധികം പോകേണ്ട കാര്യമില്ല. അതേക്കുറിച്ച് വിശകലനം ചെയ്യണം, സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കണം, ട്രെൻഡുകൾ എന്താണെന്ന് മനസ്സിലാക്കണം, വരും വരാടിനെക്കുറിച്ച് സംസാരിക്കണം. പക്ഷേ പക്ഷം പിടിച്ചുകൊണ്ട് അരങ്ങ് കൊഴിപ്പിച്ച് ഇതൊരു ഗെയിമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ മനുഷ്യ മനസ്സ് പങ്കിലമായി എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് നിഷ്പക്ഷത എന്നത് അത്യാവശ്യമായ നിലപാടാണ്. അതൊരു നിലപാടാണ്, നിഷ്പക്ഷത നിലപാടാണ്. പക്ഷം ചേരാതിരിക്കുക എന്നത് നിലപാടാണ്. ആ നിലപാടെടുക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അത് ധാർമ്മികമായ നിലപാടാണ്. ആ ധാർമ്മികതയ്ക്ക്, അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ധാർമ്മികതയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിൽ ഏതെങ്കിലും രാജ്യം മുന്നോട്ട് ഇറങ്ങിയാൽ അത് തെറ്റ്. അമേരിക്ക ഇറാനെ ആക്രമിച്ചത് തെറ്റ്. കയ്യൂക്കുള്ളവൻ്റെ കാര്യക്കാരൻ അത് തെറ്റ്. ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചത് തെറ്റ്. ഒരേ സ്വരത്തിൽ ഇത് രണ്ടും പറയാനുള്ള ആർജവം ഭാരതം കാട്ടണം, നാം ഓരോരുത്തരും കാട്ടണം. അവിടെയാണ് നിലപാട്. അത് നിലപാടില്ലായ്മയായി ദയവായി വിശദീകരിക്കരുത്. അത് നിലപാടില്ലായ്മയായി കാണരുത്. സമാധാനത്തിന് ഒരു പക്ഷമുണ്ട്, അത് നിലപാടാണ്. ആ നിലപാട് പറയാൻ തക്ക രീതിയിൽ മനസ്സുകളെ ഒരുക്കുക എന്നതാണ് പലപ്പോഴും ചെയ്യാവുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്ത്യ എണ്ണ വാങ്ങണം, റഷ്യയിൽ നിന്ന് വാങ്ങണം, എവിടെ നിന്നെല്ലാം കിട്ടിയാലും വാങ്ങണം, വളരെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങണം. അത് നമ്മുടെ ദേശീയ താല്പര്യമാണ്, നമ്മുടെ വ്യവസായ താല്പര്യമാണ്, വാണിജ്യ താല്പര്യമാണ്. നമ്മൾ ഏതെങ്കിലും എണ്ണ വാങ്ങലിൻ്റെ പേരിൽ ഏതെങ്കിലും രാജ്യത്തിന് മുന്നിൽ മുട്ടുമടക്കുന്നത് ശരിയല്ല. അതേസമയം ചില കൺസെഷൻസ്, ചില ബെല്ലപ്പോക്ക്, ചില സൈലൻസ്, സ്ട്രാറ്റജിക് സൈലൻസാണ്. ചെയ്യാനുള്ളത് ചെയ്താൽ പോരെ? വെട്ടിവിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കേണ്ടതുണ്ടോ? ട്രംപിന് പഠിക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ? ട്രംപ് വിടുവാ പറഞ്ഞുകൊണ്ട് നടക്കട്ടെ. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്ത് കേട്ടാനുള്ള ആർജവം കൂടി കാട്ടുമ്പോഴാണ് ഭാരതത്തിൻ്റെ നിലപാട് ലോകം അംഗീകരിക്കുന്നത്. അങ്ങനെ ഒരു നിലപാടുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.